ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് BPD വേഴ്സസ് NPD എന്നുള്ളതാണ്. BPD എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയും NPD എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയും സിമിലാരിറ്റീസും ഡിഫറൻസസും ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ NPD നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കാറുണ്ട്. BPDയെ പറ്റിയിട്ടൊരു വീഡിയോയും ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെക്കാം, അതൊന്ന് കണ്ടു നോക്കുക. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതുപോലെ തന്നെ രണ്ടിൻ്റെയും കോസസും മാനിഫെസ്റ്റേഷൻസും വളരെ ഡിഫറെൻ്റ് ആണ്. പലപ്പോഴും മിസ്ഡയഗ്നോസ് ചെയ്യുന്ന, തെറ്റായിട്ട് ധരിക്കാൻ സാധ്യതയുള്ള, തെറ്റിദ്ധാരണകൾ ഒരുപാട് വരാൻ സാധ്യതയുള്ള രണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് BPDയും NPDയും. ഇതിൻ്റെ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, വളരെ ക്രൂഷ്യലായിട്ടുള്ള മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ക്ലസ്റ്റർ B പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരുന്നതാണ്. ക്ലസ്റ്റർ B പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരുന്ന മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് പറയുന്ന ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. എന്തുകൊണ്ടാണ് ഇവർ ക്ലസ്റ്റർ Bയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിന് ഈഗോ സിൻഡിയോണിക് എന്ന് പറയും. എന്താണ് ഈഗോ സിൻഡിയോണിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബേസിക്കലി ഈഗോ സിൻഡിയോണിക് ആയിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാർ, അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്നും, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഗിൽറ്റ് തോന്നാത്ത, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈഗോ സിൻഡിയോണിക് ആയിട്ടുള്ള ആൾക്കാർ. നേരെ മറിച്ച് ഈഗോ ഡിസ്റ്റിയോണിക് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഗിൽറ്റ് ഉണ്ടാവും. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഗിൽറ്റ് ഉണ്ടാവും. അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളവരായിരിക്കും. ഇപ്പോൾ ഈ ഈഗോ സിൻഡിയോണിക്കിന് ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കള്ളൻ ഒരു കള്ളത്തരം, അല്ലെങ്കിൽ ഒരാളൊരു കള്ളത്തരം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അയാളെ കള്ളത്തരം ചെയ്ത ശേഷം അയാൾക്ക് ഒരു ഗിൽറ്റും തോന്നത്തില്ല. ഈഗോ സിൻഡിയോണിക് ആയിട്ടുള്ള ഒരാൾ, ഈഗോ സിൻഡിയോണിക് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരാൾ, അയാൾക്ക് കള്ളത്തരം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു തരത്തിലുള്ള ഗിൽറ്റും ഫീൽ ചെയ്യില്ല. അയാൾ ചെയ്ത തെറ്റാണെന്ന് അയാൾക്ക് ഒരിക്കലും തോന്നില്ല. അയാൾ ചെയ്തത് നോർമലായിട്ടുള്ള കാര്യം എന്നാണ് അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അതിനൊപ്പം തന്നെ അവരൊരിക്കലും അത് ചേഞ്ച് ചെയ്യാനും തയ്യാറാവില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് BPDയെ NPDയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? വ്യത്യസ്തമാക്കി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ. കാരണം നാർസിസം അല്ല ബോർഡർലൈൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ബോർഡർലൈൻ്റെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് പറഞ്ഞ ശേഷം നമുക്ക് NPDയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്നിട്ട് വീഡിയോയുടെ അവസാനം കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്, അത് വീഡിയോയുടെ അവസാനം പറയാം. ആദ്യം നമുക്ക് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരാം. ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്പെക്ട്രത്തിൽ, അതായത് BPD to NPD അതിന് മുകളിലോട്ടുള്ള കാര്യങ്ങളിൽ ആ ഒരു സ്പെക്ട്രത്തിൽ ആദ്യത്തെ കാര്യമായിട്ട് വരാം. അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന ആൾക്കാരാണ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. അപ്പോൾ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ പ്രധാനമായിട്ടും അവർക്ക് BPD ഉള്ളവരിൽ നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതല്ലാത്ത കേസസ് ഉണ്ട്. അതിനൊപ്പം തന്നെ മിക്കവാറും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്ന ഒരു 40% ഓഫ് ആൾക്കാർക്ക് NPDയും കാണാറുണ്ടെന്നാണ്, BPDയിൽ NPDയും കാണാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡീസ് ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഇവിടെ വളരെ കൂടുതലാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം വളരെയധികം ക്രമരഹിതമായിട്ടുള്ള രീതിയിൽ, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഒരു കൾച്ചറലായിട്ടുള്ള ഫാക്ടേഴ്സ്, ജനറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ്, നമ്മുടെ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കോമൺ ആയിട്ട് ഈ കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ഇടയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. BPD ഉള്ള ആൾക്കാരിൽ അവരുടെ സ്വഭാവത്തിൽ കണ്ടുവരുന്ന ഒന്നാമത്തെ ഫാക്ടർ, അല്ലെങ്കിൽ ഒന്നാമതായി പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് എന്നുള്ളതാണ്. ഇൻറ്റൻസ് ആയിട്ടുള്ള ഒറ്റപ്പെട്ടു പോകുമോ, ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമോ എന്നുള്ള പേടി, ഒറ്റപ്പെടലിനെ ഭയക്കുന്ന അവസ്ഥ, വളരെയധികം ഐസൊലേറ്റഡ് ആയി പോകുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഭയം. അവർക്ക് ഒറ്റപ്പെടുന്നതിൽ ഭയങ്കര ഭയമാണ്. അവർക്ക് ആരെങ്കിലും എപ്പോഴും കൂടെ വേണം, അല്ലെങ്കിൽ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം, അങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇൻഡിപെൻഡൻ്റ് ആവുന്നതിനെ പറ്റിയിട്ട് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ആ ഒരു ഭീകരമായിട്ടുള്ളൊരു ഫിയർ
BPD ഉള്ളവരിലുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന അവരെന്നെ ഇട്ടിട്ട് പോവോ, എൻ്റെ ഹസ്ബൻഡ് ഇട്ടിട്ട് പോവോ, എൻ്റെ സിസ്റ്റർ ഇട്ടിട്ട് പോവോ, എൻ്റെ കസിൻസ് ഇട്ടിട്ട് പോവോ, എൻ്റെ ഫ്രണ്ട്സ് ഇട്ടിട്ട് പോവോ എന്നൊക്കെ ഉള്ളൊരു, ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ എന്നെ ഇട്ടിട്ട് പോവും എന്നൊക്കെ ഉള്ളൊരു പേടി, ഭയങ്കരമായിട്ടുള്ള പേടി ഉണ്ടാകും. അതിൻ്റെ ഒരു ആദ്യ കാരണം ഇവർ ഒബ്സസീവായിട്ട് ഇവരെ കൂടെ നിർത്താനുള്ള ശ്രമം ഇവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. അതിനൊപ്പം തന്നെ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആവാൻ ശ്രമിക്കുകയില്ല. കാരണം ഐസൊലേറ്റഡായി നിൽക്കുന്നത് വളരെയധികം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ആ ഒരു അബാൻഡ്മെൻറ്റ് ഫിയർ, വളരെയധികം ആ പേടി അവരിൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവരത് പുഷ് ചെയ്ത് അതിങ്ങനെ കൂടെ നിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവായിട്ട് ബാക്കിയുള്ളവരെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പുറത്തുള്ള ആളെ ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് പേഴ്സണലായിട്ടുള്ള ലൈഫുണ്ട്, പേഴ്സണലായിട്ടുള്ള ജീവിതമുണ്ട്, അവർക്ക് ബൗണ്ടറീസ് ഉണ്ട്, അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫുണ്ട്. ഇപ്പോൾ പ്രൈവസിയെ മാനിക്കാതെ അവരെ നിരന്തരം ഒബ്സസീവായിട്ട് കൂടെ നിർത്താൻ വേണ്ടിയിട്ട്, അവരെ ഇങ്ങനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെൻ്റെ കൂടെ നിൽക്കും കൺഫേം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൂടെ നിർത്താനായിട്ട് വലിച്ചു പിടിച്ച് കൂടെ നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അബ്യൂസീവായിട്ട്, അല്ലെങ്കിൽ വളരെ അധികം അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു സെൽഫിനെ, അവരുടെ ഒരു യൂണീക്കായിട്ടുള്ള സെൽഫിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തുകൊണ്ട് സ്വന്തം കാര്യം മാത്രം എന്നുള്ള രീതിയിൽ അതായി മാറുമെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് BPD ഉള്ളവരിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷേ അത് വളരെ നെഗറ്റീവായിട്ടുള്ള റേറ്റ് ആണ് എന്നും കൂടെ അത് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ പ്രധാനമായിട്ടും BPD ഉള്ളവരിൽ കാണുന്ന ഒരു കാര്യമാണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ്. എന്ത് ബന്ധങ്ങൾ ഉണ്ടാക്കിയാലും ആരോടുണ്ടാക്കിയാലും ഒരു റാപ്പിഡായിട്ടുള്ള ഐഡിയലൈസേഷനും റാപ്പിഡായിട്ടുള്ള ഡിവാലുവേഷനും ഇവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇവരാദ്യമായിട്ട് ഒരാളെ കാണുന്നു, ഒരു വ്യക്തിയെ കാണുന്നു, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു, ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കുന്നു, ഒരു പുതിയ വ്യക്തിയെ കാണുന്നു. ആദ്യം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത് അവരെ പറ്റിയിട്ട്. വളരെ നല്ല ആളാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചാണ്, വളരെ നല്ല വ്യക്തിത്വമാണ്, അവരുടെ പോസിറ്റീവ് സൈഡുകളാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുകയോ, അല്ലെങ്കിൽ ഇവരുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ, അല്ലെങ്കിൽ അത് തിരുത്തേണ്ട കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുകയോ, ഇവരുടെ ഒബ്സസീവായിട്ടുള്ള ബിഹേവിയർ കാരണം അത് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ അവരെന്തെങ്കിലും പറയുകയോ, അല്ലെങ്കിൽ ഇവരുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി തന്നെ എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഡിവാലുവേഷനിലേക്ക് വരും. പിന്നെ ഇവരുടെ കുറ്റങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. വളരെയധികം ഇവരെ നെഗറ്റീവായിട്ട് പറയുകയും വളരെയധികം ഇവരുടെ എക്സ്ട്രീം ആയിട്ട് ഇവരുടെ ഡിവാലുവേഷൻ ചെയ്യുന്നുള്ളതാണ്. ഇതിങ്ങനെ എയ്തർ ബ്ലാക്ക് ഓർ വൈറ്റ് എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. ഒന്നുകിൽ അയാൾ വളരെ നല്ലൊരാളാണ്, അല്ലെങ്കിൽ അയാൾ വളരെ മോശമുള്ള ആളാണെന്നുള്ള രീതിയിൽ. പലപ്പോഴും ഇവർ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കരുതുന്ന ആൾ, അല്ലെങ്കിൽ ബെസ്റ്റ് ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ കരുതുന്ന ആൾ, അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു റിലേറ്റീവ് എന്ന് കരുതുന്ന ഒരാൾ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ആളായിട്ട് മാറും. അങ്ങനെയുള്ള ഒരു സവിശേഷത, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്വഭാവവിശേഷം ഇവരിൽ കാണുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് BPD ഉള്ള ആൾക്കാരിൽ കാണുന്ന കാര്യമാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, ഇമ്പൾസീവ് ആയിട്ടുള്ള സ്പെൻഡിങ്, ഇമ്പൾസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, റെക്ലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, സബ്സ്റ്റൻസ് അബ്യൂസ്, വളരെ റെക്ലെസ് ആയിട്ട് സബ്സ്റ്റൻസ് അബ്യൂസ്, മണി സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു കെയറും ഇല്ലാതെ, ഒരു തരത്തിലും അതിനെപ്പറ്റി ചിന്തിക്കാതെ ചാടിക്കയറി ഇതൊക്കെ സ്പെൻഡ് ചെയ്യുക, വളരെ ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുക, റിസ്കി ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയേഴ്സിൽ ഏർപ്പെടുക, സെക്ഷലായിട്ടുള്ള ആക്ടിവിറ്റീസ് വളരെ റിസ്കി ആയിട്ടുള്ള രീതിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ ചാടിക്കയറി അതിനകത്ത് ചെയ്യുക, അവസാനം ട്രബിളിലേക്ക് ചെന്ന് ചാടുക. ഞാൻ ഈ പറഞ്ഞതൊക്കെ BPD ഉള്ളവരിൽ ഈ ഒരു ഇമ്പൾസീവ് ബിഹേവിയർ കാരണം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ നാലാമതായിട്ട് ഇവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെൽഫ് ഹാമിംഗ് എന്ന് പറയുന്നത്. സെൽഫ് ഹാമിംഗ് ആയിട്ടുള്ള ആക്ഷൻസ്, സൂയിസൈഡൽ തോട്ട്സ്, സ്വന്തമായിട്ട് എല്ലാവരും സ്വന്തമായിട്ട് ഉപദ്രവിച്ചുകൊണ്ട് മറ്റേ ആളിനെ ഭയപ്പെടുത്തുക, ഇൻറ്റിമിഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുക, പലപ്പോഴും മറ്റേ ആളിനെ ഹേർട്ട് ചെയ്യാൻ പോവുക, മറ്റേ ആളിനെ ഉപദ്രവിക്കാൻ പോവുക. പിന്നെ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവുക, സൂയിസൈഡലായിട്ടുള്ള അറ്റംപ്റ്റുകൾ, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. റാപ്പിഡായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന മൂഡ്, ലൈക്ക് ഇങ്ങനെ മൂഡ് ഹൈ ആവും, പിന്നെ പെട്ടെന്ന് ലോ ആവും, നേരെ 100 പോയിട്ട് പിന്നെ താഴെ വരും എന്ന് പറയില്ലേ, നേരെ ഇങ്ങനെ 100 പോവുക, നേരെ താഴെ വരിക, പെട്ടെന്ന് മൂഡ് ചേഞ്ചസ് ഉണ്ടാവുക, ഹൈലി ഒരു എക്സ്റ്റസി ഉള്ള ഹാപ്പിനെസ് ഉണ്ടാവുമെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള സാഡ്നെസ് തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ ഉണ്ടാവുക, തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ ഉണ്ടാവുക. ഇങ്ങനെ വളരെ ഡിസ്റെഗുലേറ്റഡ് ആയിട്ടുള്ള മൂഡ് BPD ഉള്ളവരിൽ കാണുന്ന ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടാവാം, ഈ കാര്യങ്ങളിൽ ഇൻറ്റൻസിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ടാവാം. പക്ഷേ പ്രധാനമായിട്ടും BPDയിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഇനി നമുക്ക് NPDയിലേക്ക് വരാം. ഇവിടെയാണ് ആ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഇരിക്കുന്നത്. NPD എന്ന് പറയുന്നതിൻ്റെ ശരിയായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നത് NPDയുടെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്.
അതിലൊന്നാമത്തെ കാര്യമാണ് ഗ്രാൻഡ്യൂസിറ്റി. വളരെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. നമ്മളിപ്പോൾ നമ്മുടെ വീഡിയോകളിലെല്ലാം പറയുന്ന കാര്യമാണ്, ഞാനാണ് വലുത്, ഞാനാണ് എല്ലാം, ലോകം മൊത്തവും ഈ യൂണിവേഴ്സ് മൊത്തവും എന്നെ ചുറ്റിപ്പറ്റിയാണ് സഞ്ചരിക്കുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ള ചിന്തയും അത് മുന്നിൽ നിർത്തിയുള്ള പ്രവൃത്തികളുമാണ് നാർസിസിസ്റ്റുകൾ അല്ലെങ്കിൽ NPD ഉള്ളവരിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട അവരുടെ ക്യാരക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം നീഡ് ഫോർ അഡ്മിറേഷൻ എന്നുള്ളത്. എപ്പോഴും അഡ്മിറേഷനും വാലിഡേഷനും വേണം എന്ന് ആഗ്രഹിക്കുക. എല്ലാവരുടെയും നിന്ന് അഡ്മിറേഷൻ വേണം, എല്ലാവരുടെയും നിന്നും വാലിഡേഷൻ വേണം. ഇവർ ചെയ്യുന്ന എല്ലാം ശരിയാണെന്നും ഇവർ വലിയ ആളാണെന്നും ഇവർ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആളാണെന്നുള്ള അംഗീകാരം ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് എപ്പോഴും വേണം. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ള വാലിഡേഷനും ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നെല്ലാം വേണം. ഇത് NPD ഉള്ളവരിൽ കാണുന്ന രണ്ടാമത്തെ മെയിനായിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എമ്പതി ഇല്ലായ്മ, ലാക്ക് ഓഫ് എമ്പതി. എമ്പതി ഒട്ടുമില്ല, മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള കഴിവേ ഇല്ല, മറ്റൊരാളെ കെയർ ചെയ്യാനുള്ള കഴിവേ ഇല്ല, അതിന് പകരം അവരെ ഉപദ്രവിക്കാനുള്ള കഴിവ് നന്നായിട്ടുണ്ട് എന്നുള്ളതും കൂടെയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻറ്റൈറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. അവരൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അർഹിക്കുന്ന ആൾക്കാരാണ്, വളരെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ്. ലൈഫിൽ പ്രത്യേകിച്ച് അച്ചീവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ എന്തോ വളരെ സ്പെഷ്യലായിട്ട് നിങ്ങളെല്ലാവരും ട്രീറ്റ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ഒരാളാണെന്ന് വരുത്തി തീർക്കാനും അതിനുവേണ്ടി ഏതറ്റം വരെയും പല ടാക്ടിക്കുകളും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നാർസിസിസ്റ്റുകൾ. അതിന് തൊട്ടടുത്ത ആളെ അബ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് വേണമെങ്കിലും അയാളെ ഉപദ്രവിച്ചിട്ട് വേണമെങ്കിലും എന്താ പറയുക, അവരുടെ ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇവർ ആ ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ്. അത് ഏത് ടൈപ്പ് നാർസിസിസ്റ്റ് ആയാലും ഏത് ടൈപ്പ് NPD ഉള്ളവരാണെങ്കിലും ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാനിപ്പുലേറ്റീവ് ബിഹേവിയർ. അത് നമ്മൾ നാർസിസത്തെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ എല്ലാം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അത് വളരെ നെഗറ്റീവായിട്ടാണ്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ട് ഒരു സാധാരണ മനുഷ്യൻ ബാക്കിയുള്ളവരിൽ നിന്നും ഹെൽത്തി ആയിട്ട് ഫീഡ്ബാക്ക് എടുത്ത് നമ്മളെ ലൈഫിനെ കോൺഫിഡൻ്റ് ആയിട്ട് കെട്ടിപ്പടുക്കുന്നതിനല്ല ശരിക്കും പറയുന്നത്. വളരെ നെഗറ്റീവായിട്ട് അവരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട്, അവരെ അബ്യൂസ് ചെയ്തുകൊണ്ട്, അവരെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവരിൽ നിന്നും എല്ലാം എടുത്തുകൊണ്ട് തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, തൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു NPD പേഴ്സണിലെ എടുത്തു പറയാനുള്ള മറ്റൊരു പേഴ്സണാലിറ്റി ട്രേറ്റ്. ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതും പലപ്പോഴും NPD ഉള്ളവർ വളരെ അധികം മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ളവരായതുകൊണ്ടും മാത്രം ട്രേറ്റ്സ് വളരെയധികം എന്താ പറയുക ഡിഫറൻ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടും ചിലപ്പോൾ പല ആൾക്കാരിലും ഇത് വളരെ ഡിഫറൻ്റായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന വരുന്ന കണ്ടീഷൻസൊക്കെ ആയതുകൊണ്ടും തന്നെ BPDയും NPDയും പലപ്പോഴും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വളരെ പാടാണ്. ഈവൻ തെറാപ്പിസ്റ്റുകൾക്ക് പോലും മിസ്ഡയഗ്നോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നാർസിസിസ്റ്റ് ആയിട്ടുള്ളവരെ BPD ആയിട്ട് മിസ്ഡയഗ്നോസ് ചെയ്യാറുണ്ട്, BPD ഉള്ളവരെ നാർസിസിസ്റ്റായിട്ട് മിസ്ഡയഗ്നോസ് ചെയ്യാറുണ്ട്. അത് കൃത്യമായിട്ട് ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് ഡീപ്പായിട്ട് എല്ലാ കാര്യങ്ങളും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഈ ഒരു അബ്യൂസ് അനുഭവിച്ച ആളിൽ നിന്നും വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ, ഇപ്പോൾ അതൊരു കുട്ടിയാണെങ്കിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസിൻ്റെ നിന്ന് അബ്യൂസ് അനുഭവിച്ച ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ BPD ആയിട്ടുള്ള പാരൻറ്റും NPD ആയിട്ടുള്ള ഒരു പാരൻറ്റിൻ്റെ നിന്നും അബ്യൂസ് അനുഭവിച്ചൊരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള സർക്കിളിൽ നിന്നും വളരെ ടോക്സിക് ആയിട്ടുള്ള സർക്കിളിൽ നിന്നും അബ്യൂസ് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ പറയുന്ന ഇൻഫർമേഷൻസ് നിന്നും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാ ഫാക്ടേഴ്സും എടുത്തുകൊണ്ട് ഈ പറയുന്ന പസിൽസ് എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആണ് ഈ NPDയെയും BPDയെയും മാറ്റി നിർത്താൻ പറ്റുക. അപ്പോൾ ഇത് വളരെ കറക്റ്റായിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതും അത് മനസ്സിലാക്കിയിരിക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും ഇവരെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവരുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡൈനാമിക്സിലേക്ക് നിന്നും ഡിഫറെൻ്റായിട്ട് നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ട് ഇത് കാണാൻ നമുക്ക് പ്രാപ്തരാവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചുള്ള നമുക്ക് നോളജും കൃത്യമായിട്ട് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള നോളജും ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും വേണം. അല്ലാത്ത പക്ഷം നമ്മൾ പറയുന്നതെല്ലാം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും വളരെ തെറ്റായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരു കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിന് പകരം അവിടെയും ഇവിടെയും എത്തുന്ന രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് തെറാപ്പിസ്റ്റിനെ കാണുന്ന കാര്യം ഞാൻ എപ്പോഴും വീഡിയോകളിൽ എടുത്തെടുത്ത് പറയുന്നത്. കാരണം ഡയഗ്നോസിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതിൻ്റെ അണ്ടർലൈങ് കണ്ടീഷൻസ് കൃത്യമായിട്ട് അവർക്ക് തിരിച്ചറിയേണ്ട കാര്യമുണ്ട്, ഇത് കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. അപ്പോൾ BPD ആണ് NPD ആണെന്നുള്ള രീതിയിൽ ഒരാളിൻ്റെ കണ്ടീഷൻസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ തെറാപ്പിസ്റ്റുകൾ, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ അടുത്ത് NPDയിൽ പോലും തെറാപ്പി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ NPDയിലും BPDക്കും ഡിസ്റ്റിങ്ക്റ്ററി ആയിട്ട് തെറാപ്പീസ് ചെയ്യാൻ പറ്റുന്നതാണ്.
ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്കാണ് കുറച്ച് അധികമെങ്കിലും അതുള്ളവരാണ് തെറാപ്പിയിൽ കമ്മിറ്റഡ് ആവാൻ സാധ്യതയുള്ളവർ. കാരണം BPD ഉള്ളവർ കുറച്ചൊക്കെ അത് തിരിച്ചറിഞ്ഞ് തെറാപ്പിയിൽ കമ്മിറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ അതിൽ തന്നെ 2 കാറ്റഗറി ഓഫ് ആൾക്കാർ കാണാറുണ്ട്. തെറാപ്പിയിൽ 1-2 തെറാപ്പി എടുത്തിട്ട് വളരെയധികം നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട്, തെറാപ്പിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അത് കണ്ടിന്യൂ ചെയ്യുന്നവരെ അല്ലെങ്കിൽ തെറാപ്പിയിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് അത് മറ്റൊരാളെ അഫക്റ്റ് ചെയ്യാതെ മറ്റൊരാളെ അബ്യൂസ് ചെയ്യുന്ന തരത്തിലല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യുന്നുകൊണ്ട് പോകുന്നവരാണ് BPD ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യുന്നവർ. അവരെയാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സ്വയമായിട്ട് വിക്ടിം എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ സ്വയം നമുക്ക് ആ ഒരു കാര്യമുണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനും അത് ചേഞ്ച് ചെയ്തുകൊണ്ട് വരണമെന്ന് ഒരു തീരുമാനം നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ കാര്യം പറയണം. കാരണം ഇതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ട് തന്നെ പോകാൻ തയ്യാറാവാത്തവരിൽ, NPD ഉള്ളവരിൽ പോകാൻ തയ്യാറാവാത്തവരിൽ ഈ അബ്യൂസ് അനുഭവിക്കുന്നവർക്ക് പോകാം, ഇവരെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് പോകാം. PPD ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോകാം. നിങ്ങളെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർ പോകാൻ തയ്യാറാവാത്തവരാണെങ്കിൽ നിങ്ങളുടെ അക്വൈൻറ്റൻസ് ആയിട്ടുള്ളവർ, റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ, അവരുടെ അടുപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് പോയി തെറാപ്പിസ്റ്റിനെ കാണാം. എന്നിട്ട് വളരെയധികം ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവരുടെ ബിഹേവിയറൽ പാറ്റേൺസ്, ഇവർ ഓരോ ഘട്ടത്തിലും നിങ്ങളോട് പെരുമാറിയ രീതികളെല്ലാം പിന്നെയും പോയി സെഷൻസ് എടുത്ത് കണ്ടിന്യൂ ചെയ്ത് ക്ലിയർ കട്ടായിട്ടുള്ള ഡയഗ്നോസിസ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്നിട്ടാണ് നമുക്ക് നമുക്ക് ഇങ്ങനെ മാനേജ് ചെയ്യാം, അങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോഴും നമ്മൾ അവിടെ ഇതെല്ലാം മനസ്സിലാക്കിയ ശേഷം അവരെ ബ്ലെയിം ചെയ്യാനല്ല അത് ഉപയോഗിക്കേണ്ടത്. കാരണം അതിൽ പിന്നെ അർത്ഥമില്ല. നമ്മൾ വിക്ടിമായിട്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിൽ നിന്നും ആ ഒരു ടോക്സിക് ആയിട്ടുള്ള സൈക്കിളിൽ നിന്ന് മാറി വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ എടുത്തുകൊണ്ട് നമ്മുടെ സെൽഫ് ഹീലിങ്ങിനും നമ്മുടെ സെൽഫ് ബെറ്റർമെൻറ്റിനും നമ്മുടെ സെൽഫ് കെയറിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് മാറി വരിക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ യാതൊരു ഗ്രോത്തും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ കുറേ കൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.